ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിൽ ഏവർക്കും സ്വാഗതം. ജനുവരി മാസത്തെ ഫലമാണ് പറയുന്നത്. ജനുവരി മാസത്തിൽ കന്നിക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. കന്നിക്കൂറുകാർക്ക് എന്ന് പറയുമ്പോൾ ഉത്തരത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും അത്തവും ചിത്തിരയുടെ പകുതി ഭാഗവും കൂടി ചേരുന്ന കന്നി രാശിക്കാർക്ക് ജന്മത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു, 3-ൽ ബുധൻ, 4-ൽ സൂര്യൻ, 5-ൽ ശുദ്ധം, 6-ൽ ശുക്രനും ശനിയും, 7-ൽ രാഹു, 9-ൽ വ്യാഴം, 12-ൽ ചൊവ്വ. ഇതാണ് ഗ്രഹസ്ഥിതി. ഗ്രഹസ്ഥിതി നോക്കുന്ന സമയത്ത് വ്യാഴനും ശനിയും അനുകൂലപരമായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമായത് കാരണം കൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവിധ അനുഭവങ്ങളും സുഖാനുഭവങ്ങളും മഹാനുഭവങ്ങളും മഹാഭാഗ്യങ്ങളും ധനാഭാഗ്യങ്ങളും ബിസിനസ് ലാഭങ്ങളും തൊഴിൽ ലാഭങ്ങളും വാഹന ലാഭങ്ങളും ഭൂമി ലാഭങ്ങളും അങ്ങനെ വേണ്ട യഥാവിധി പ്രകാരമുള്ള എല്ലാവിധ അനുഭവങ്ങളും വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അഥവാ ഇതിൽ വല്ല തെറ്റുപറ്റുണ്ടെങ്കിൽ ജാതകത്തിലുള്ള ദോഷം കാരണമായിരിക്കും അത് വരാതിരിക്കുന്നത് എന്ന് ചുരുക്കി പറയാം. ആരോഗ്യപരമായിട്ട് നല്ല ഗുണമാണ്. ആരോഗ്യം നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ടാവും. വെയിറ്റ് കൂടി ഉണ്ടാവും. തടിയില്ലാത്തവരൊക്കെ ആണെങ്കിൽ തടി കൂടി വന്നിട്ടുണ്ടാവും. ഒന്നുമില്ല, യാതൊരു സംശയമില്ല. ആരോഗ്യം വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. അതുപോലെ കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധിയും മംഗളകർമ്മങ്ങളും മംഗളകാര്യങ്ങളും വിവാഹാദി മംഗളകർമ്മങ്ങളും എല്ലാം നടന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നടക്കാൻ പോകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. കൂട്ടുബന്ധമായിട്ട് നല്ല ഐശ്വര്യം കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹവും കാര്യങ്ങളും എല്ലാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ അധ്യാപകർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ടുള്ള ഐക്യത നിലനിർത്തി പോകാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അവനവൻ പറയുന്ന വാക്കുകളെല്ലാം മറ്റുള്ളവർക്ക് വളരെ വേദഭാഗ്യമായിട്ട് തോന്നുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അവനവൻ ചെയ്യുന്ന പ്രവർത്തികളും അവനവൻ ചെയ്യുന്ന കാര്യങ്ങളും ജനങ്ങൾക്കും സമൂഹത്തിനും നല്ല ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ട്. പ്രത്യേകിച്ച് ഗവൺമെൻറ് സംബന്ധമായിട്ട് ജോലി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വൻ നേട്ടങ്ങളും ഗുണങ്ങളും അവരുടെ വാക്കുകളും വേദവാക്യങ്ങളും സംഭാഷണങ്ങളും എല്ലാം അവർക്ക് അനുകൂലപരമായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവർക്ക് ഭയങ്കര ഉയർച്ചയുള്ള സമയങ്ങൾ, ബഹുമതികളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കിട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നതെന്ന് പറയാം. ഭൂമി ലാഭം വരുവാനുള്ള സാധ്യത, ഭവന നിർമ്മാണം കിട്ടുവാനുള്ള സാധ്യത, ചില സമയങ്ങളിൽ ഗവൺമെൻറ് സംബന്ധമായിട്ട് ചില ചിലകൾ കിട്ടുവാനുള്ള ചെറിയ കാലതാമസം ഉണ്ടാകും. പക്ഷേ ഈ മാസം അവസാനത്തോടു കൂടിയിട്ട് അത് കിട്ടുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതായത് ജനുവരി മാസം 16-ാം തീയതിക്ക് ശേഷം ഈ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ഭൂമി സംബന്ധമായിട്ടുള്ള രേഖകൾ, അല്ലെങ്കിൽ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങൾ, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മറ്റു ലോണ് കാര്യങ്ങൾ മറ്റുള്ളതൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള പ്രതീക്ഷകൾ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കിട്ടുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. വളരെ ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നല്ല വിജയം നിങ്ങൾ കൈവശം വരുത്തിയിട്ടുണ്ട് എന്നുള്ള യാതൊരു സംശയമില്ല. സമ്പാദ്യ വർധനവ് നന്നായിട്ടുണ്ട് എന്നുള്ളതും കാണുന്നുണ്ട്. തൊഴിൽ അഭിവൃദ്ധി നല്ലപോലെ കാണുന്നുണ്ട്. ബിസിനസ് അഭിവൃദ്ധി നല്ലപോലെ കണ്ട് സ്വർണ്ണാഭരണ മേഖലയിൽ വൻ കുതിപ്പും വൻ നേട്ടങ്ങളും വൻ ലാഭങ്ങളും തൊഴിൽ ചെയ്യുന്നവർക്കും ബിസിനസ്സുകാർക്കും വൻ നേട്ടങ്ങളും വന്ന് തീരുവാനുള്ള സാധ്യതയും കൂടുതലായി കണ്ട് അനാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. നിലവിലുള്ള അസുഖമില്ലാതെ മറ്റൊരു അസുഖം വന്ന് വരുവാനുള്ള സാധ്യത വളരെ കുറവാണ്. നിലവിലുള്ള അസുഖത്തിന് തന്നെ വളരെ കുറവുണ്ടാവും. മരുന്ന് കഴിക്കുന്നതിൽ കുറവ് വരുത്തിയിട്ടുണ്ടാവും. 10 മരുന്ന് കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 2 മരുന്ന് കഴിക്കുന്ന ലെവലുണ്ടാവും. അതേസമയത്ത് 5 മരുന്ന് കഴിക്കുകയാണെങ്കിൽ ഒരു ഗുളികയിൽ മാറി അത് വന്നിട്ടുണ്ടാവും എന്നുള്ള പറയുന്നത്. നിവൃത്തിസ്ഥാനത്ത് ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നടക്കുവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. ചെറിയ തടസ്സങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അഥവാ ഉണ്ടെങ്കിൽ ജാതകം പരിശോധിച്ച് നാഗപൂജയ്ക്കോ അല്ലെങ്കിൽ ആയില്യ പൂജയ്ക്കോ നടത്തുകയും ഉദ്ദിഷ്ട കാര്യം നടക്കുവാനുള്ള സാധ്യതയുണ്ട്. ദൂരദേശ യാത്രകൾ കൊണ്ടോ അല്ലെങ്കിൽ ദൂരദേശ യാത്രകൾ പോകാനുള്ള ഉദ്ദേശങ്ങൾ കൊണ്ടോ വല്ല കാര്യതടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതും നിവൃത്തിയാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. നാശനഷ്ടങ്ങൾ പൊതുവെ കുറവായിട്ട് വരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. ഭാഗ്യവർദ്ധനവ് ഉണ്ടാവും, ഭാഗ്യലബ്ധി ഉണ്ടാവും, ഭാഗ്യകടാക്ഷ ധനലാഭം ഉണ്ടാവും, ഭാഗ്യവർദ്ധനവ് ഉണ്ടാവും എന്ന് തന്നെ പറയാം. ഗുരുക്കന്മാരിൽ നിന്ന് അനുഭവകരമായിട്ടുള്ളതുണ്ടാവും. പുണ്യയാത്ര പ്രവേശനങ്ങളുണ്ടാവും. പുണ്യയാത്രകൾ ചെയ്തുകൊണ്ടുള്ള പാപങ്ങൾ മാറ്റി പുണ്യങ്ങൾ നേടുവാനുള്ള അവസരങ്ങളുണ്ടാവും. ഗുരുക്കന്മാരുടെയും അധ്യാപകന്മാരുടെയും അല്ലെങ്കിൽ ഗുരുനാഥന്മാരുടെയും അനുഗ്രഹങ്ങളും മറ്റുള്ളതും പിതൃപിതാക്കളുടെയും മറ്റുള്ളവരുടെയും അനുഗ്രഹങ്ങളും എല്ലാം ഉണ്ടാവും. കർമ്മസ്ഥാനം പുരോഗത മേഖലയിലാണ്. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർ ഇനിയും അത് ബിസിനസ് നടത്താനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതിന് പറ്റിയ സമയമാണ്. ഇനി ഒട്ടും വൈകിക്കരുത് എന്നാണ് പറയാനുള്ളത്. പുതിയ ബിസിനസ് എല്ലാം തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ അതിനുള്ള ആലോചന മറ്റുള്ളതെല്ലാം തുടങ്ങി വയ്ക്കുക. അതുകൂടാതെ
അങ്ങനെയുണ്ടെങ്കിൽ അത് അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ച് പെട്ടെന്ന് തന്നെ തുടങ്ങാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നാണ് പറഞ്ഞത്. ചെയ്യുന്ന തൊഴിലിൽ നല്ല ധന ലാഭം ഉണ്ടാവും എന്നുള്ള യാതൊരു സംശയമില്ല. കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവർക്കും ഭൂമി സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർക്കും വൻ ലാഭങ്ങൾ പ്രതീക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. പുതിയ ഭൂമി വാങ്ങിച്ച് ഭവന നിർമ്മാണം, ആഡംബരപരമായിട്ടുള്ള ഭവന നിർമ്മാണവും വാഹന സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും വാഹന യോഗങ്ങളും വലിയ വാഹനങ്ങൾ എക്സിക്യൂട്ടീവ് വാഹനങ്ങൾ വാങ്ങിക്കുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. അതേസമയം സാധാരണ ലെവലിലാണെങ്കിൽ സാധാരണക്കാർക്ക് പുതിയൊരു വാഹനം വാങ്ങിക്കാൻ യോഗങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചു ഉണ്ട് എന്നുള്ളതും കാണുന്നുണ്ട്. കടബാധയിൽ ചിലവരെല്ലാം പെട്ടിട്ടുണ്ടാകും. എല്ലാവരും ഒരുപോലെ ഇരിക്കണമെന്നില്ല, കടബാധയിൽപ്പെട്ടവരുണ്ടാവും. പക്ഷേ കടബാധയിൽ നിന്നെല്ലാം നേട്ടങ്ങളുണ്ടായി മനസമാധാനം കൈവരിക്കാനുള്ള സാധ്യതയുണ്ട്. ഉറക്കക്കേടുള്ളവർക്കെല്ലാം ഉറക്കം കിട്ടുവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. അലോപ്പതി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ആയുർവേദ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഹോമിയോപ്പതി മൊത്തത്തിൽ മെഡിസിൻ സംബന്ധമായിട്ട് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗുണാനുഭവങ്ങളാണ് നേരിട്ടുണ്ട്. അവർ ചെയ്ത കാര്യങ്ങളെല്ലാം വളരെ സക്സസ് ആയിട്ട് പ്രവർത്തന ഫലത്തിൽ കാണുന്നുണ്ട്. അവരെ പുറത്തുപോകാനും അവരുടെ പ്രവർത്തനത്തിൽ അഭിനന്ദിക്കുവാനും മേലധികാരികൾക്ക് സാധ്യതയുണ്ട്. നാവികസേന, കരസേന, വ്യോമസേന, പോലീസ് അധികാരികൾ എന്നിവയിൽ പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്നവർക്കെല്ലാം പുരസ്കാരങ്ങളും നേട്ടങ്ങളും ഉണ്ടാവും. മേലധികാരികളുടെ നല്ല വാക്കുകളും ഉണ്ടാവും. അതൊരു ഉദ്ദിഷ്ട കാര്യം ഏറ്റെടുത്തത് എല്ലാം നല്ല സക്സസ് ആയിട്ട് കൊടുക്കും. ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വൻ നേട്ടങ്ങളുണ്ടാവും. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയകരമായിരിക്കും. ടൂ വീലർ തൊട്ട് വലിയ വാഹനങ്ങൾ വരെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്ക് വളരെ നേട്ടങ്ങളുണ്ടാവും. അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തന മേഖലയും വിജയസാധ്യതയിൽ കൈകൊണ്ട് വളരെ ഉന്മിഷ്ടമായിട്ടുള്ള ഇതായിരിക്കും കാണുന്നത്. മെക്കാനിക്കൽ സംബന്ധമായ, ഹൈടെക് സംബന്ധമായിട്ടുള്ള, മെഷീനറി സംബന്ധമായിട്ടുള്ള പുതിയ മെഷീനറീസുകൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ഇനി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതും, അതുപോലെ തന്നെ മലയോര പാതകൾ, ആകാശപാതകൾ, ഭൂഗർഭ പാതകൾ എന്നിവ ചെയ്യുന്ന എഞ്ചിനീയർമാർ, മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള എഞ്ചിനീയർ, സിവിൽ എഞ്ചിനീയർമാർ എന്നിവരെല്ലാം ചേർന്നിട്ടുള്ള ഒരു പദ്ധതികളെല്ലാം രൂപീകരിക്കാനുള്ള സാധ്യതകൾ വളരെ ഗുണകരമായിട്ട് അവർക്ക് ഏറ്റെടുക്കുവാൻ സാധ്യതകളെല്ലാം കാണുന്നുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ സംബന്ധമായിട്ടുള്ള ലാബ് സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കും ഗുണകരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ബന്ധുക്കളുമായിട്ട് സഹകരണത്തോട് യാത്ര ചെയ്യാനും ബന്ധു സമൂഹങ്ങളായിട്ട് ഐക്യത വരുവാനും സഹോദര ബന്ധം നിലനിർത്തുവാനും കൂട്ടുകെട്ടുകൾ മൂലം നല്ല വരുമാന മാർഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കണ്ട്, അതുപോലെ തന്നെ എയർപോർട്ട് സംബന്ധമായിട്ടും റെയിൽവേ സംബന്ധമായിട്ടും അതുപോലെ തന്നെ അങ്ങനെ വലിയ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം നേട്ടം കൈവരിക്കാനുള്ള സാധ്യതകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ടൂ വീലർ തൊട്ട് വലിയ വാഹനങ്ങൾ വരെ കൈകാര്യം ചെയ്യുന്ന മെക്കാനിക്കൽ, സാധാരണ ഒരു IT മെക്കാനിക്കൽ തൊട്ടിട്ട് ഹൈടെക് സംബന്ധമായിട്ടുള്ള വൻകിട സംബന്ധമായിട്ടുള്ള മേലധികാരികൾ സംബന്ധമായിട്ടുള്ള അങ്ങനെയുള്ള അവർക്കെല്ലാം വളരെ ഗുണാനുഭവങ്ങളും അവർക്ക് നേട്ടങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത ഈ കന്നിരാശി അല്ലെങ്കിൽ കന്നിക്കൂറുകാരിൽ ജനിച്ചവർക്ക് ഈ മാസം പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത്. അത് കാരണം തന്നെ വളരെ ഗുണാനുഭവങ്ങൾ ഈ മാസത്തിൽ വന്നു ചേരും. നമസ്കാരം.